സ്നേഹമുള്ളവർ, ചിലരുടെയൊക്കെ വിചാരം നമ്മൾ എന്നും ഇങ്ങനെ കിടക്കുമെന്ന, ഈ തകർന്നടിഞ്ഞ് എന്നും ഇങ്ങനെ കിടക്കുമെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. ഇത് തന്നെ ആയിരുന്നു ഫറവോയുടെയും വിചാരം. ഇസ്രായേൽ ജനത്തെ കൊണ്ട് എന്നും ഇങ്ങനെ ഇഷ്ടികച്ചൂളയിൽ പണിയെടുപ്പിച്ചിട്ട് ഫറവോ വലിയ മണിമാളികയും വലിയ കൊട്ടാരവും പണിത് എന്നും സുഭിക്ഷമായി ജീവിക്കാൻ എന്നായിരുന്നു ഫറവോയുടെ വിചാരം. ദൈവം പറഞ്ഞു, ഞാൻ കുറച്ചു നാൾ മിണ്ടാതിരുന്നു, ഇനി അത് വേണ്ട. ഇനി നീ മിണ്ടാതിരിക്കും ഫറവോ, ഞാൻ സംസാരിക്കും. നീ എത്ര നാൾ അവർക്ക് കിട്ടേണ്ട നന്മകൾ ഇങ്ങനെ തകർത്ത് കളയും. അതുകൊണ്ട് ഇനി നീ മിണ്ടണ്ട, ഞാൻ സംസാരിക്കും. ഇനി ദൈവത്തിൻ്റെ ഊഴമാണ്. സ്നേഹമുള്ളവർ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, നിന്റെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ, നിനക്കൊരു ജോലി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് പിശാച് നിന്നെ കെട്ടിവരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുകയാണെങ്കിൽ, നിനക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ, ആ കെട്ടിന്ന് ദൈവമഴിക്കും. മാർത്തേ, നിന്റെ സഹോദരനായ ലാസറിന്റെ കൈകാലുകൾ ബന്ധിച്ച് മുഖം തുണി കൊണ്ട് മൂടി അവന്റെ ശരീരമാകെ കെട്ടിവരിഞ്ഞു മുറുക്കി വെച്ച് എന്നും ആ ഗുഹയിൽ കിടത്താമെന്നാണ് നിന്റെ ശത്രുവായ പിശാച് കരുതിയതെങ്കിൽ, ആ കെട്ട് ഇന്ന് ഞാൻ അഴിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:44 തിരുവചനം, അവൻ്റെ കെട്ട് അഴിക്കുകയും ആ കെട്ടഴിച്ചിട്ട് ഇന്ന് എന്നോടുകൂടെ ഞാൻ അവനെ ഭക്ഷണത്തിനിരിക്കും. സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നത്തിലാണ്, ഏത് പ്രശ്നത്തിലാണ് നീ കെട്ടിവരിഞ്ഞു മുറുകിക്കിടന്ന് നിനക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, ആ കെട്ടിന്നഴിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.